ഹായ് കൂട്ടുകാരെ, നമുക്ക് പാലക്കാട് സ്റ്റൈൽ കുമ്പളങ്ങയും ചിക്കനും കറി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കതിനായിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് കുമ്പളങ്ങയാണ് മെയിൻ ഐറ്റം. കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ തീ കത്തിച്ചത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ച സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ നാളായി ഇതുപോലെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അത് കാരണം വോയിസ് ഇടുമ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വേഗം വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തീ നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കണത്. സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വേഗം വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഇനി വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചിയും ഒക്കെ ചതച്ചത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് പച്ചമണം പോണവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സത്യം പറഞ്ഞാൽ കുറേ തവണ റെക്കോർഡ് ഓണാക്കും ഓഫാക്കും ഇതുപോലെ ചെയ്തിട്ടാട്ടോ ഇത് വോയിസ് തന്നെ ഇടണത്. ആകെ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ചമ്മൽ പോലെയല്ലേ. അപ്പോൾ എല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 തക്കാളി അരിഞ്ഞതിടുന്നുണ്ട്. ഒരു 2 കിലോ ചിക്കനാണ് കേട്ടോ കറി ഉണ്ടാക്കണത്. അപ്പോൾ അതൊന്ന് നമുക്ക് അടച്ചു വെച്ച് അതൊന്ന് വഴറ്റി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് അരപ്പിലോട്ട് വേണ്ട തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചിരവാനായിട്ട് നിൽക്കണില്ല, വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ ഒന്ന് നമ്മുടെ തക്കാളി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിതിലോട്ട് എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് പൊടികളിടാം കേട്ടോ. സാധാരണ ഞാനൊരു വേറെ ചട്ടിയിലാണ് ഈ പറഞ്ഞ മസാലകളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള സവാളയും തക്കാളിക്ക് വേണ്ടത് ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് ആ എണ്ണ തെളിഞ്ഞ് വന്നതിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 6 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടേക്കണത്, ടീസ്പൂണ്. പിന്നെ കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പൊടികളുടെയൊക്കെ പച്ചമണം പോണ വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇതിലോട്ട് കറിവേപ്പില ഇടാൻ മറന്നു. നമ്മൾ സാധാരണ കറി വയ്ക്കുമ്പോൾ ഇപ്പം നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഓർക്കും. വീഡിയോയും കറി വയ്ക്കലും കൂടി ആകുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോട്ടോ. അപ്പോൾ നമ്മളൊന്ന് പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ചുകൂടെ വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ട തേങ്ങ അരച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. ചില ആൾക്കാർ ജീരകം ഇട്ട് കൊടുക്കണതാണ്. ഞാൻ പെരുംജീരകം ഇട്ടിട്ടാണ് അരച്ചത്. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയുടെ കഷ്ണങ്ങളും അതിനകത്തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും വെന്തതിന് ശേഷം നമ്മൾ വീഡിയോയിൽ സംസാരിച്ച് വരുമ്പോൾ കുറേ നേരം ഉണ്ടാകുമെന്ന് വിചാരിക്കും. പക്ഷേ വളരെ എളുപ്പമാണ്. നമ്മൾ സാധാ ചിക്കൻ കറി വെക്കണ പോലെ വെച്ചിട്ട് അതിൽ തേങ്ങയും ജീരകവും അല്ലെങ്കിൽ തേങ്ങയും പെരുംജീരകവും കൂടി അരച്ച് ചേർക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി മൂപ്പിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ പാലക്കാട് സ്റ്റൈൽ കുമ്പളങ്ങ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ വെക്കുമെങ്കിലും തേങ്ങ അരച്ച് പാലക്കാട് സ്റ്റൈൽ ടേസ്റ്റ് വരണമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച ഏടത്തിയമ്മയോടൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ കറി വെച്ചത്. അപ്പോൾ ഏടത്തിയമ്മ ജീരകമായിരുന്നു ഇടാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ചെറിയുള്ളിയും ആ കൂട്ടത്തിൽ 2-3 പച്ചമുളകും കൂടി ഇട്ടിട്ടാട്ടോ മൂപ്പിച്ചത്. അത് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.